വീണ്ടും പിണക്കങ്ങളൊക്കെ ആരംഭിച്ചു. അതിൽ ഞാൻ പിടിച്ച് കയറും, ഉറപ്പായും സാറേ. കയറണം. ഇല്ലെങ്കിൽ ഉള്ള ജോലി കൂലി നഷ്ടപ്പെട്ട് കാലണയുടെ വരുമാനമില്ലാതെ കവലയിൽ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പ്രകാശനെ നാട്ടുകാർ കാണും. പ്രകാശേട്ടൻ എന്തിനാ വിക്രമിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വന്ദന ഇങ്ങനെ പേടിപ്പിച്ചത്? ഒന്നാമത് വന്ദനയ്ക്ക് വിക്രത്തിനെ പണ്ടേ ഇഷ്ടമല്ല. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ കുടുംബത്തിലെ മൂത്ത ആളുടെ ഉത്തരവാദിത്ത. ഇവൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമേ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ചേച്ചി ചെവി വേദനിക്കുന്നു. എത്ര നേരെ വിളിക്കുന്നു. അങ്ങോട്ട് ഇരുന്നേ, ഇരിക്കാമല്ലോ. ഇവളാണ് എല്ലാത്തിനും പ്രശ്നം. മോളെ എടുത്തു കൊടുക്ക. നിനക്ക് കൈ കഴുകണ്ടേ മനോജെ? കൈയൊക്കെ നേരത്തെ കഴുകിയായിരുന്നു. ഇതാരെ ഈ പാതിരാത്രിക്ക് വിളിക്കുന്നത്? ഹലോ സാർ. പ്രകാശൻ ഉറങ്ങിയായിരുന്നോ? ഇല്ല സാർ, ഞാനൊന്ന് കിടന്നിരുന്നു. ഏൽപ്പിച്ച കാര്യം എന്തായി? നടപടികളൊക്കെ തുടങ്ങി. ജഗനും വന്ദനയും പരസ്പരം വെറുക്കാനുള്ള വിത്തുകൾ പാകിക്കഴിഞ്ഞു സാർ. പ്രകാശ, വിത്തിടാനും വെള്ളം കോരാനും പിന്നെ ആ വിത്ത് മുളപ്പിക്കാനൊന്നും സമയം തീരെയില്ല. ഒരു ബോംബ് പൊട്ടുന്ന സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം. അതിന് അച്ചടക്കമുള്ള ഗൃഹനാഥന്റെ കുപ്പായവും വലിച്ചു കയറി കൃത്യസമയത്ത് അമൃതേത്വം കഴിച്ച് പള്ളിയറയിൽ ചെന്ന് പള്ളി ഉറക്കം നടത്തിയാൽ പറ്റില്ല. രാവിൽ ഉറങ്ങാതിരുന്ന് പദ്ധതി പ്ലാൻ ചെയ്യണം.
ഒരു പകലുകൊണ്ട് അത് നടപ്പിലാകണം പ്രകാശ. അറിയാം. എത്രയും പെട്ടെന്ന് ഞാൻ സാറിനെന്ന വാക്ക് പാലിക്കും. മനോജും ഹരിതയും തമ്മിൽ വീണ്ടും പിണക്കങ്ങളൊക്കെ ആരംഭിച്ചു. അതിൽ ഞാൻ പിടിച്ച് കയറും, ഉറപ്പായും സാറേ. കയറണം. ഇല്ലെങ്കിൽ ഉള്ള ജോലി കൂലി നഷ്ടപ്പെട്ട് കാലണയുടെ വരുമാനമില്ലാതെ കവലയിൽ തിണ്ടി തിരിഞ്ഞ് നടക്കുന്ന പ്രകാശനെ നാട്ടുകാർ കാണും. സാർ, തീർന്നില്ല പ്രകാശ. ശേഷിച്ച ജീവിതം നീ കഴിച്ചുകൂട്ടാൻ പോകുന്നത് ജയിലിനകത്ത് പക്ക ക്രിമിനലുകളുടെ കൂട്ടത്തിലായിരിക്കും. എന്നാ പിന്നെ ഭാവിയെക്കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് പ്രകാശൻ ഉറങ്ങിക്കോ. സാറേ, രാരീരം രാരു രാരീരം രാരു പോയി കിടന്ന് ഉറങ്ങടാ. സാർ, ഹലോ. ഓ, വന്ദന ഇന്ന് നേരത്തെ എണീറ്റോ? ഞാൻ ചായ ഇടുമായിരുന്നല്ലോ. ഞാൻ ചായ ഇട്ടു. സുചിത്ര എടുത്തി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും വേഗം പോയി കുളിച്ചിട്ട് വാ. അതെന്താ വന്ദനെ, അമ്പലത്തിൽ വല്ലതും പോവാനാണോ? ഏതമ്പലത്തിലാ? അതൊക്കെ ഞാൻ പറയാം. സുചിത്ര എടുത്തി ആദ്യം പോയി കുളിച്ചിട്ട് വാ. ഞാനേ ഹരിതയെ പോയി ഉണർത്തട്ടെ. മനോജേ, ആരാ വരുന്നു? ഹരിതേ, ഈ വന്ദനച്ചിലൊരു കാര്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹരിത എവിടെ? എഴുന്നേറ്റില്ലേ? ഇല്ല,